ഈ നാട്ടിലുള്ള സമസ്തക്കാരായ ആളുകളെ വിശ്വാസം എന്താണ്? എത്രയോ കാലങ്ങൾക്കിപ്പുറത്ത്, ഹബീബായ പ്രവാചകന്റെ കാലങ്ങൾക്കിപ്പുറത്ത് കടന്നു വന്ന കുറേ മാലകൾ, ജനങ്ങളുടെ കൈകളാൽ വിരതമായ കുറേ മൗലിദുകൾ, അതുപോലെ തന്നെ റാത്തീബുകൾ, കുത്തുബിയ്യത്തുകൾ, കുപ്പിപ്പാട്ടുകൾ, പക്ഷിപ്പാട്ടുകൾ, ഇതൊക്കെ കൃത്യമായി വിശ്വസിക്കുന്നവരാരാണോ, ഇതൊക്കെ വ്യക്തമായി ആലപിക്കുന്നതാരാണോ, ഇതൊക്കെ കൃത്യമായി ആചരിക്കുന്നവരാരാണോ, ഇവരെ മാത്രമേ യഥാർത്ഥ സുന്നിയായി കണക്കാക്കാൻ പറ്റൂ. എന്തിനു വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ആ യഥാർത്ഥ ആദർശം എന്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളോട് എതിർപ്പുള്ള ആളുകൾ ഉണ്ടാകാം എന്നുള്ള തീർത്തും ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. പക്ഷെ ആര് പരിഹസിച്ചാലും ആര് കളിയാക്കിയാലും ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകർക്ക് ഈ കല്ലക്കെട്ട പ്രദേശത്തുള്ള ആളുകളോട് പറയാനുള്ളത്, ഞങ്ങളുടെ മനസ്സ് പറിച്ച് കാണിച്ചു തരാൻ കഴിയുമായിരുന്നെങ്കിൽ തീർത്തും ഈ പ്രദേശത്ത് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ഇതിനെ കലർപ്പില്ലാതെ എത്തിച്ചു തരിക എന്നുള്ള ചിന്തയല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പ്രപഞ്ചനാഥനെ സാക്ഷിയാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്തു യാസീൻ, ആ യാസീൻ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു ആലു യാസീനെ കുറിച്ച് പറയുന്നില്ലേ? അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് മഹാനായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ജീവിച്ചിരുന്ന നാളിലും മരണശേഷവും ജനങ്ങളോട് നസീഹത്തുള്ള മനുഷ്യനായിരുന്നു ആ കഥയിലെ ഹീറോ. സൂറത്തു യാസീനിലെ 13 മുതൽ 30 വരെയാണ് ആ സംഭവം അല്ലാഹു പറയുന്നത്. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്നറിയോ? ഇതേ മനസ്സ് തന്നെയാണ് മുജാഹിദുകൾക്ക് ഞങ്ങളുടെ പ്രബോധിതരോടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വിശുദ്ധ ഖുർആൻ ആ സംഭവം തുടങ്ങുന്നത് എങ്ങനെയാ? വളിരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅഹൽ മുർസലൂൻ. ആ രാജ്യക്കാരെ ഒരു ഉദാഹരണം എന്ന നിലക്ക് നബിയെ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരുടെ അടുക്കലേക്ക് ഇദ് ജാഅഹൽ മുർസലൂൻ, ദൈവദൂതന്മാർ അവരുടെ അടുക്കൽ ചെന്ന സന്ദർഭത്തിലതാ ആ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു പറയുമ്പോൾ 2 നബിമാരെയാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്. 2 നബിമാരെ. ഒരു ചെറിയ നാട്ടിലേക്ക്, ഈ കല്ലക്കെട്ട പ്രദേശം പോലെയുള്ള ഒരു നാട്ടിലേക്ക് ഒരു നബി വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് മഹത്തായ കാര്യമാണ്. എന്നാൽ 2 നബിമാരെയാണ് ഇത് അർസൽനാ ഇലൈഹി മുസ്നൈൻ, അവരിലേക്ക് 2 നബിമാരെയാണ് ഞാൻ പറഞ്ഞയച്ചത്. പക്ഷേ ആ നബിമാർ അവരോട് കൽബ് പറിച്ച് സത്യം പറഞ്ഞു കൊടുത്തപ്പോഴും ഫകദ്ദബൂഹുമാ, ആ 2 നബിമാരെയും അവർ കളവാക്കുകയാണ്. ഈ കളവാക്കിയ ആളുകളെ വേണമെങ്കിൽ റഹ്മാനായ റബ്ബിന് ശിക്ഷിക്കാമായിരുന്നു. പക്ഷേ അല്ലാഹു ചെയ്തത് എന്താണെന്നറിയുമോ? ഫഅസ്സസ്നാ ബിസാലിസ്, 3ാമത് നബിയെ കൂടി അവരിലേക്ക് ഞാൻ നൽകുകയാണ്, പ്രതാപം നൽകുകയാണ്. ആ നബിമാരിലേക്കും ഈ നബിയെയും പറഞ്ഞയച്ചപ്പോ ഈ പ്രവാചകനും അവരോട് പറഞ്ഞത് ഈ നബിമാരെ നിങ്ങൾ പിൻപറ്റണേ എന്നാണ്. പക്ഷേ ആ നാട്ടുകാർ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങളൊക്കെ ഞങ്ങളെപ്പോലെയുള്ള വെറും മനുഷ്യരല്ലേ. വമാ അൻസലർ റഹ്മാനു മിൻ ഷൈ, അല്ലാഹുവിങ്കൽ നിന്ന് യാതൊന്നും തന്നെ ഞങ്ങൾക്ക് അവതരിച്ചിട്ടില്ല. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങളൊക്കെ ഞങ്ങളോട് കളവ് പറയുന്നവരാണെന്നാണ് ആ നബിമാരോട് ആ നാട്ടുകാർ പറഞ്ഞത്. വീണ്ടും ഒരുപാട് പരിഹാസങ്ങളാണ് പറഞ്ഞത്. ഖാലൂ ഇന്നാ തതയ്യർനാ ബികും ലഇല്ലം തൻതഹൂ ലനർജുമന്നകും
വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന ദുശ്ശകുനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഏർപ്പാട് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല എങ്കിലുണ്ടല്ലോ, ലനർജുമന്നക്കും, നിശ്ചയമായും നിങ്ങളെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുന്നതാണ്. വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതാണെന്ന് ആ നാട്ടുകാരതായി ഈ മാന്യന്മാരായ പ്രവാചകന്മാരോട് പറയുകയാണ്. ഒരു നിലക്കും അവരെ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അള്ളാഹുവിന്റെ ഒരു സുന്നത്ത് എന്നുള്ള നിലക്ക് അല്ലാഹു ചെയ്തത് എന്താണെന്നറിയുമോ? വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഒരു പ്രവാചകനൊന്നുമല്ലാത്ത ഒരു പടുമനുഷ്യനതാ ആ പട്ടണത്തിന്റെ അങ്ങേ തലയിൽ നിന്ന് ഓടി വന്നുകൊണ്ട് ഇവരോട് പറഞ്ഞത് എന്താണ്? മനുഷ്യരെ, അല്ലയോ നാട്ടുകാരെ, നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിൻപറ്റണേ. ഇത്തബിഉൽ മുർസലീൻ, ഈ നബിമാരെ നിങ്ങൾ പിൻപറ്റണേ, ഈ മുർസലീങ്ങളെ നിങ്ങൾ പിൻപറ്റണേ. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങളോട് ഒരു പ്രതിഫലവും ഈ പ്രവാചകന്മാർ ചോദിക്കുന്നില്ലല്ലോ, അവരാകട്ടെ ഹിദായത്ത് പ്രാപിച്ചവരുമാണ്. ചരിത്രം ഞാൻ ചുരുക്കുമ്പോൾ ഇത് ഞാൻ എന്തിനാ പറയുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് അറിയുന്ന ഭാഷയിൽ തൗഹീദ് സംസാരിച്ചപ്പോ ഈ മനുഷ്യനെ ചെയ്തത് എന്താണെന്നറിയുമോ? യൂസുഫുൻ നജ്ജാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. യൂസുഫുൻ നജ്ജാർ. ഈ മനുഷ്യനെ കൊന്നത് എങ്ങനെയാണ്, ഈ മനുഷ്യനെ അവർ വധിച്ചത് എങ്ങനെയാണെന്ന് ഖുർആൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം മരണപ്പെടുന്ന സമയത്തുണ്ടല്ലോ, ആ മനുഷ്യൻ പറയുന്ന വാക്കെന്താണെന്ന് ആ മനുഷ്യനോട് റഹ്മാനായ റബ്ബിന്റെ മലക്കുകൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഖീല ദുഖുലിൽ ജന്നാ ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് ഈ സുന്ദരമായ ഹൃദയം പേറിയ ഈ നാട്ടുകാരനായ ആ പടുമനുഷ്യനോട് മലക്കുകൾ പറയുമ്പോ അപ്പോഴും ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയുമോ? അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തന്നു എന്ന് ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് പെട്ടതെന്ന് ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നോക്കൂ നിങ്ങൾ, ഇതാണൊരു മുജാഹിദിന്റെ മനസ്സ്. ഈ കല്ലക്കട്ടയിൽ വേദി കെട്ടിയ ഞങ്ങളുടെ മനസ്സിതാണ്. നാട്ടുകാരെ, നിങ്ങൾ ഞങ്ങളെ കല്ലെറിഞ്ഞാലും, നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചാലും, നിങ്ങൾ ഞങ്ങളെ ഏത് രൂപത്തിൽ ബഹിഷ്കരിച്ചാലും ഈ സമൂഹത്തോട് ഞങ്ങൾക്കുള്ള മനസ്സിതാണ്. അതേ അല്ലാഹുവേ, നീ ഞങ്ങളെ ആദരിച്ചവരാണ്, ഈ സത്യത്തിന്റെ മാർഗത്തിലാണ് ഞങ്ങളെന്ന് ഇവരൊന്നറിഞ്ഞിരുന്നെങ്കിൽ. യൂസുഫുൻ നജ്ജാർ എങ്ങനെയാണ് അദ്ദേഹത്തെ കൊന്നതെന്നറിയുമോ? മുഫസ്സിറുകൾ പറയുന്നത് കാണാം. അദ്ദേഹത്തിന്റെ ഹഞ്ചറയിലൂടെ കൂർത്ത കോൽ അടിച്ചു കയറ്റിയിട്ട് മതിലിൽ കോർത്തു വെക്കുകയായിരുന്നു ആ മനുഷ്യനെ. എന്താണ് യൂസുഫുൻ നജ്ജാർ ചെയ്തത്? എന്തെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള രാജ്യദ്രോഹങ്ങൾ ചെയ്തോ? ഒന്നുമില്ലല്ലോ. ഈ സത്യം ജനങ്ങളോട് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ജീവിച്ചിരിക്കുന്ന നാളിലും അദ്ദേഹത്തിന്റെ നസീഹത്ത് എന്താണ്? മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണ്? റബ്ബേ, ഞാൻ വിജയികളുടെ കൂട്ടത്തിലാണെന്നവർ അറിഞ്ഞിരുന്നെങ്കിൽ. ഇദ്ദേഹത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഹബീബായ നമ്മുടെ നേതാവ് പറഞ്ഞത്, നസഹ ഖൗമുഹു ഹയ്യം വമയ്യിതാ. ജീവിച്ചിരുന്ന നാളിലും മരണത്തിന് ശേഷവും ജനങ്ങളോട് ഗുണകാംക്ഷിയായി വർത്തിച്ചവനാണ് യൂസുഫുൻ നജ്ജാർ. ഈ മനസ്സോടെയാണ് മുനീർ ഷറഫി സംസാരിക്കുന്നത്. ഈ മനസ്സോടെയാണ് ഇവിടുത്തെ പ്രവർത്തകർ ഇവിടെ വേദി കെട്ടിയത്. ഈ മനസ്സോടെയാണ് ഇവിടെ മുജാഹിദ് ബാലുശ്ശേരിയും സംസാരിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നേരായ വഴി സ്വീകരിക്കുക, ആ നേരായ വഴിയിലൂടെ ചരിക്കുക, ആ നേരായ വഴിയിലൂടെ തന്നെ വിട പറഞ്ഞു പോവുക. അതല്ലേ മുഅ്മിൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെയൊക്കെ ആഗ്രഹം, അതല്ലേ നമ്മുടെ ആഗ്രഹം. എന്നാൽ കേവലം അവകാശവാദം കൊണ്ടായോ, അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം വിജയിക്കുമോ? വ്യത്യസ്തമായ ആശയാദർശങ്ങൾ പുലർത്തുന്ന ആളുകളായിട്ട് ഈ ഉമ്മത്തിൽ പല ആളുകളും മാറിയില്ലേ?
താൻ ഇന്ന് നിലകൊള്ളുന്ന പ്രസ്ഥാനം ഏതാണോ, താൻ ഇന്ന് നിലകൊള്ളുന്ന ആദർശം ഏതാണോ, ആ ആദർശം സത്യമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അത് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? താനെന്ന് വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ പ്രമാണബദ്ധമാണോ? താൻ ആചരിക്കുന്ന ആചാരങ്ങൾ തെളിവോട് കൂടി തന്നെയാണോ, അതല്ല പാരമ്പര്യവാദത്തിൻ്റെ പിന്നാലെയാണോ? ഒരു കാര്യം പ്രമാണമാണ്, ഒരു കാര്യം ദീനാണ് എന്ന് സത്യത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് എൻ്റെ മഹല്ലുകാരങ്ങനെയല്ലല്ലോ, എൻ്റെ പാരമ്പര്യവാദികൾ അങ്ങനെയല്ലല്ലോ, എൻ്റെ കാരണവന്മാരങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ പിതാക്കന്മാരും മാതാപിതാക്കളും അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കേണ്ടവരല്ല. പിന്നെയോ വിശ്വാസി സത്യമാണെന്ന് കേട്ടുകഴിഞ്ഞാലുണ്ടല്ലോ, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹുവിൻ്റെ ദീനിലെ പ്രമാണങ്ങൾ ഒരു വിഷയത്തിൽ മതപരമായി എന്ത് നിലപാട് പറഞ്ഞോ ഒരു വിശ്വാസി അതിനോട് എങ്ങനെയാകണമെന്നാണ് സൂറത്തു നൂറിലെ 51-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്. ആയത്താണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, തീർച്ചയായും ഒരു വിശ്വാസിയുടെ വാക്ക് ഇങ്ങനെയാകണം. ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവും അവൻ്റെ ദൂതനും അവരിലേക്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഒരു കാര്യത്തിൽ വിധി പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് ആ വിധി അങ്ങ് കേട്ടുകഴിഞ്ഞാൽ വിശ്വാസി എങ്ങനെയാണെന്നറിയുമോ? അയ്യഖൂലൂ സമിഅനാ വഅതഅനാ, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു എന്നുള്ള നിലപാടാണ് വിശ്വാസിക്കുണ്ടാവുക. വേറെ ഒരു വർത്തമാനവും ആ വിഷയത്തിൽ അവർക്കുണ്ടാകില്ല. ഇങ്ങനെ നിലപാടെടുക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആ വിഭാഗമാകുന്നു യഥാർത്ഥ വിജയികൾ. ഇനി നേരെ മറിച്ച് ഇതിനപ്പുറത്തേക്കുള്ള നിലപാടുകളാണോ? പ്രമാണങ്ങൾ എന്ത് പറയട്ടെ, ദീൻ എന്ത് പറയട്ടെ, എൻ്റെ നാട്ടുകാരും പാരമ്പര്യക്കാരും മാതാപിതാക്കളും പണ്ഡിതന്മാരും ഉസ്താദന്മാരും എന്താണോ പറയുന്നത് അവിടെ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ എന്നുള്ള നിലപാടാണോ? അവരെ കുറിച്ചും അല്ലാഹു പറഞ്ഞത് എന്താണ്? وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. സത്യം എന്താണെന്ന് മനസ്സിലായതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂലിന് എതിരായി നിൽക്കുന്നവരാരാണോ, അതുപോലെ തന്നെ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, ഈ മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത സ്വീകരിക്കുകയും ചെയ്യുന്നവരാരാണോ? ആരാണ് ആ മുഅ്മിനീങ്ങൾ? ഇവിടെ പറഞ്ഞ മുഅ്മിനീങ്ങൾ ആരാണ്? ഇവിടെ പറഞ്ഞ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സ്വഹാബികളാണ്. ഈ സ്വഹാബികളുടേതല്ലാത്ത വഴിയും സ്വീകരിക്കുന്നവരാരാണോ? തിരിഞ്ഞടത്തേക്ക് ഞാൻ അവനെ തിരിഞ്ഞുവിടും, അവൻ്റെ തിരിച്ചുവിടും, അവൻ്റെ തന്നിഷ്ടപ്രകാരം അവനെ ഞാൻ ജീവിക്കാൻ വിടുന്നതാണ്. പക്ഷേ അവൻ്റെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? നരകമെന്ന് പറയുന്ന അഗ്നിജ്വാലയിലാണെന്നുള്ള പറയുമ്പോൾ, പ്രിയപ്പെട്ട കല്ലക്കെട്ടകാരെ, ഈ നാട്ടുകാരോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത് എന്താണ്? ഈ സമയം, ഇതിനുള്ള സമയം കൂടുതലൊന്നും നമ്മുടെ മുന്നിലില്ല. എത്രയോ മരണവാർത്തകളാണ് ദിനേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്നത്. നടു റോഡുകളിൽ ആക്സിഡൻ്റായി ടൂറ് പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ വലിയ അപകടങ്ങളിൽ പെട്ടുകൊണ്ട്, പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടുകൊണ്ട്, അറ്റാക്ക് മരണങ്ങളായി, അതുപോലെയുള്ള പാൻഡമിക് രോഗങ്ങളായി എത്രയോ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ മരണത്തിൻ്റെ സമയത്ത് ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ, ആ മരണം വരുന്ന സമയത്ത് ഒന്നുകൂടി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വിടൂ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ആ കെഞ്ചലെന്നറിയുമോ? എൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ ആരെയെങ്കിലും ഒന്ന് ഏൽപ്പിക്കാനല്ല, അല്ല എങ്കിൽ എൻ്റെ കുട്ടികളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ സന്താനങ്ങളെ, എൻ്റെ ഭർത്താവിനെ ഏറ്റവും നല്ല സേഫ് സോണിൽ ഒന്ന് കൊണ്ടുപോയി ആക്കാനല്ല. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, നഷ്ടപ്പെട്ട ഒരുപാട് നന്മകളുണ്ട്,
ഒരുപാട് ഖൈറുകളുണ്ട്, ഒരുപാട് സ്വാലിഹായ അമലുകളുണ്ട്. അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാനാണ് റബ്ബേ. നമ്മോട് ചോദിക്കാതെ ഈ ജീവിതം തന്ന റഹ്മാനായ റബ്ബ് എന്താ പറയാ? നീ ഇങ്ങനെയൊക്കെ കെഞ്ചുന്നത് കൊണ്ട് തന്നെ, നീ ഇങ്ങനെയൊക്കെ വിലപിക്കുന്നത് കൊണ്ട് തന്നെ, നിന്റെ നീയത്ത് നല്ലതായത് കൊണ്ട് തന്നെ നിന്നെ ഒന്നുകൂടി ഭൂമിയിലേക്ക് ഞാൻ തിരിച്ചു വിടാമെന്നല്ല. പിന്നെയോ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. നീ ഇപ്പോൾ ഈ കെഞ്ചുന്ന വാക്കുണ്ടല്ലോ, നീ ഇപ്പോൾ പറയുന്ന ഈ വാക്കുണ്ടല്ലോ, അത് വെറുമൊരു വാക്കാണ്, ഉള്ളു പൊള്ളയായ വാക്കാണ്. സമയം ഇവിടെ കഴിഞ്ഞു പോയടോ. ഇനി നിന്റെ മുന്നിൽ വരാനിരിക്കുന്നത് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ബർസഖ് എന്ന് പറയുന്ന ലോകമാണ് വരാനിരിക്കുന്നത്. ഇത് മരിക്കുമ്പോഴുള്ള വിലാപമാണെങ്കിൽ നാളെ നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ ചെന്നാലോ, യൗമ തുഖല്ലിബു വുജൂഹുഹും ഫിന്നാർ. നരകത്തിൽ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ കീഴ്മേൽ മറിക്കപ്പെടുമ്പോ, അള്ളാഹുവിൻ്റെ സത്യദീനിന് വേണ്ടി ജീവിക്കാതെ, അതിൽ നിലകൊള്ളാതെ, ആ മനസ്സിലായ സത്യത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാതെ പരാജയപ്പെട്ട് നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ ചെന്നെത്തുമ്പോൾ, അവിടെ വെച്ചുകൊണ്ട് വെന്തുരുകുമ്പോൾ അവർ പറയുകയാണ്, യഖൂലൂന യാ ലൈതനാ, ഞങ്ങളുടെ നാശമേ, അത്തഅനല്ലാഹ് വ അത്തഅനർ റസൂലാ, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ഞങ്ങളൊന്ന് അനുസരിച്ചിരുന്നെങ്കിൽ. വഖാലൂ റബ്ബനാ, അവർ പറയുകയാണ്, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ അത്തഅനാ സാദതനാ വ കുബറാഅനാ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കേണ്ടതിന് പകരം ഞങ്ങൾ അനുസരിച്ചു പോയത് ഞങ്ങളുടെ ഉസ്താദന്മാരെയാണ്, അസാധീദീങ്ങളെയാണ്, അതുപോലെ തന്നെ ഞങ്ങളിലുള്ള വലിയ വലിയ നേതാക്കന്മാരെയാണ്. കരൾ പറിച്ച് ഞങ്ങൾ അവരെ സ്നേഹിച്ചു എന്നല്ലാതെ, അവരെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത് സ്നേഹിച്ചു എന്നല്ലാതെ, പകരം അവർ ഞങ്ങൾക്ക് തന്നതെന്താണെന്നറിയുമോ? ഫഅളല്ലൂന സബീലാ. അല്ലാഹുവേ, നിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അവർ ഞങ്ങൾ വഴിതെറ്റിച്ച് കളഞ്ഞല്ലോ റബ്ബേ. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, റബ്ബനാ ആതിഹിം ളിഗ്ഫൈനി മിനൽ അദാബ്, നരകത്തിൽ നീ അവർക്ക് കഠിനമായ അതേ ശിക്ഷ കൊടുക്കണേ റബ്ബേ. വലഅനുഹും ലഅനൻ കബീറാ, നിന്റെ ശാപം അവരുടെ മേൽ നൽകുകയും ചെയ്യണേ. പ്രിയപ്പെട്ട നാട്ടുകാരെ, എവിടെ വെച്ചാണ് ഈ വിലാപമെന്നറിയുമോ? നരകത്തിന്റെ അഗ്നിജ്വാലയിൽ നിന്നാണ്. കാര്യമില്ല, കേൾക്കാൻ ആരുമില്ല. നോക്കൂ നിങ്ങൾ, അവിടെ വെച്ചുകൊണ്ട് മനുഷ്യർ പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് അനുസരിച്ചിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ സഗീർ എന്ന് പറയുന്ന നരകത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും പ്രവേശിക്കില്ലായിരുന്നല്ലോ. എന്ത് കാര്യം? ഈ വിലാപം കൊണ്ടെന്ത് കാര്യം? നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ഖുർത്തുബിയുടെ ഒരു ഗ്രന്ഥമാണ് അത്തദ്കിറത്തു ബി അഹ്വാലിൽ മൗത വ ഉമൂരിൽ ആഖിറ. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം കൊടുക്കുന്ന സുന്ദരമായൊരു സംഭവം കൂടി പറഞ്ഞിട്ട് വിഷയത്തിൻ്റെ മർമ്മഭാഗത്തേക്ക് കടന്നിട്ട് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മദീനയിൽ പൊതുശ്മശാനിയാണ് ബഖീഅ. പ്രവാചകന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയാണല്ലോ മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയുടെ ഓരത്തുള്ള പൊതുശ്മശാനിയാണ് ബഖീഉൽ അർഖദ്. ആ ബഖീയിലേക്കതാ ഒരിക്കൽ അലിയാരി തങ്ങൾ കയറി ചെല്ലുകയാണ്. കയറി ചെന്നുകൊണ്ട് സുദീർഘമായിക്കൊണ്ട് ആ ബഖീന്റെ ഖബറാളികളെ നോക്കി ചിന്തിച്ചിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു സമയത്തല്ല, ഇടയ്ക്കിടെ അലിയാരി തങ്ങൾ ചെയ്യുന്ന പണിയാണ് ഈ ഖബർ സിയാറത്ത്. സഹോദരങ്ങളെ, അവിടെ ചെന്നുകൊണ്ട് ആ ഖബറാളികളെ നോക്കിക്കൊണ്ട് ചിന്തിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുമത്രേ, ഖബറാളികളെ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരൂ. ഖബറാളികളെ, എന്താ നിങ്ങളുടെ വിശേഷം? കല്ലക്കട്ടയുടെ ഖബർസ്ഥാനികളിൽ എത്ര മനുഷ്യർ മരിച്ചു കിടക്കുന്നുണ്ട്? ഈ പരിസരത്തുള്ള ശ്മശാനികളിൽ എത്ര പേർ മരിച്ചു കിടക്കുന്നുണ്ട്? ഇവരോടൊക്കെ നമ്മൾക്ക് ചോദിക്കാനുള്ളതും ഇത് തന്നെയാണ്. ഖബറാളികളെ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ പറയും, നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല എന്നെനിക്കറിയാം, ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നെനിക്കറിയാം. പക്ഷേ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുകയാണ്. ഈ ഖബറിലേക്ക് നിങ്ങളൊക്കെ പോയതിന് ശേഷം നിങ്ങളുടെ വീടുകളിൽ മറ്റുള്ള ചില ആളുകൾ താമസം തുടങ്ങിയിരിക്കുന്നു.
നിങ്ങളെ ഏറ്റെടുത്ത് നടത്തിയിരുന്ന പല കച്ചവടങ്ങളും പല ആളുകളുടെ കൈകളിലെത്തിയിരിക്കുന്നു. നിങ്ങളുടെ കൂടെ ചൂടും ചൂരുമറിഞ്ഞ് കിടന്നിരുന്ന ഭാര്യമാരില്ലയോ, അവരൊക്കെ പലരുടെയും ഇടകളായി മാറിയിരിക്കുന്നു. നിങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് പല ആളുകളും കൈയാളാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സ്വന്തത്തോട് പറയുമായിരുന്നത്രേ, അല്ലയോ അലി, അല്ലയോ അലി, ഇന്നല്ലെങ്കിൽ നാളെ ഈ അവസ്ഥ താങ്കൾക്കും വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുദീർഘമായി കരഞ്ഞിരുന്ന സഹാബിയാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഈ പറഞ്ഞതൊരു പരമയാഥാർത്ഥ്യമല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥ ഈ സംസാരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ വരാനുണ്ട്. അതുകൊണ്ട് പരസ്പരം വിദ്വേഷങ്ങളും പരസ്പരം പകകളും കുറ്റപ്പെടുത്തലുകളും വാശിയും ഒന്നും ഈ പറയപ്പെട്ട ലോകത്ത് നമ്മൾക്ക് ഉപകാരപ്പെടില്ല. എന്തേ ഉപകാരപ്പെടുകയുള്ളൂ? യൗമല യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നിന്റെ സമ്പത്തോ മക്കളോ ഉപകാരപ്പെടില്ല. അവിടെ നിനക്ക് ഉപകാരപ്പെടുന്നത് എന്തുമാത്രമാണ്? രക്ഷപ്പെട്ട മനസ്സുമായി എത്തുന്നത് ആർക്കാണോ അവർക്കാണ് വിജയം. ആരാണ് ഈ രക്ഷപ്പെട്ട മനസ്സിന്റെ ഉടമകൾ? ഖത്താദ റഹിമഹുല്ല പറയുന്നത് കാണാം. താബിഈയാണ് അദ്ദേഹം പറയുകയാണ്, ശിർക്ക് ചെയ്യാത്ത ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടിയവരാണ്, തൗഹീദിന്റെ പ്രോജ്വലമായ ശരീരവും അതേ നഫ്സുമായി മനസ്സുമായി എത്തിയവരാരാണോ അവർക്കാണ് അവിടെ വിജയമുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസമായി ദിനം മാറിക്കൂടെ? പറയാൻ കഴിയില്ലല്ലോ നമുക്ക്. അറിയുമോ നിങ്ങൾക്ക്, തൃശ്ശൂർ ജില്ലയിലെ ഒരു സഹോദരൻ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രാവേളയിൽ ആ സഹോദരൻ മുന്നോട്ട് സുദീർഘമായി ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ പിറകോട്ടെടുത്തൊരു വാഹനത്തിൽ ചെന്ന് അദ്ദേഹം ഇടിക്കുകയാണ്. ആ ഇടിച്ച അദ്ദേഹം ചെന്നുകൊണ്ട് മറിഞ്ഞു വീഴുന്നത് ഹൈവേ റോട്ടിലാണ്. ആ ഹൈവേ റോട്ടിൽ വീണ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ KSRTC ബസ് കയറിയിറങ്ങുകയാണ്. യുവാവാണ് അദ്ദേഹം, മരണപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെയുള്ള എത്രയെത്ര മരണവാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഇന്ന് മഗ്‌രിബിന് നമ്മൾ പറഞ്ഞില്ലേ, എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമായ പാതയിലൂടെ, നേരായ വഴിയിലൂടെ നീ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന് ഇന്ന് മഗ്‌രിബിന്റെ വരെ നമ്മൾ പറഞ്ഞില്ലേ? അതിനുശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിലും പറഞ്ഞില്ലേ? ഏതാണ് ആ വഴി? ആ വഴി ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതാണ് ആ വഴി? അല്ലാഹ് അതേ സൂറത്തിലൂടെ തന്നെ പറഞ്ഞു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് റബ്ബേ അത്, നിന്റെ അനുഗ്രഹം കിട്ടിയവരുടെ വഴിയാണ് റബ്ബേ അത്. അല്ലാതെ നിന്റെ കോപം കിട്ടിയവരുടെ വഴിയിലൂടെ, അതുപോലെ തന്നെ നീ നിന്റെ വഴിയിൽ നിന്ന് വഴി പിഴച്ചു പോയവരുടെ വഴിയിലൂടെയും നീ ഞങ്ങളെ വഴി നടത്തല്ലേ റബ്ബേ. ഒന്നുകൂടി അല്ലാഹ് വിശദീകരിക്കുകയാണ്. ഏതാണ് റബ്ബ് അനുഗ്രഹിച്ച ആളുകൾ? ആരാണ് റബ്ബിൻ്റെ അനുഗ്രഹാശസ്സുകൾ കിട്ടിയ ആളുകൾ? മറ്റൊരു ഭാഗത്ത് അല്ലാഹ് പറയുന്നുണ്ട്, സൗബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. ഒരിക്കൽ നബിയുടെ സദസ്സിൽ അദ്ദേഹം സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് റസൂലുള്ളാഹിന്റെ ചോദ്യം കേട്ടപ്പോൾ സൗബാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, എൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങളെ കാണണമെന്ന് തോന്നിയാൽ ഈ മദീനയുടെ മണ്ണിലേക്ക് ഓടി വന്നാൽ നിങ്ങളെനിക്ക് കാണാമല്ലോ നബിയേ. എന്നാൽ ഞാനിപ്പോൾ ചിന്തിച്ചു പോകുന്നത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മരണത്തെക്കുറിച്ചു കൊണ്ടാണ്. മരണാനന്തരം നിങ്ങളൊക്കെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, നമ്മളൊക്കെ പരലോകത്ത് വരുമ്പോൾ നിങ്ങളൊക്കെ വലിയ വലിയ ഉന്നതന്മാരുടെ ടീമിലായിരിക്കില്ല നബിയേ. അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ. ഇതാണ് എൻ്റെ സങ്കടം. ഇത് കേട്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം ആലോചിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആയത്തുമായി കടന്നു വരുന്നു. വമയ്യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആരാണോ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ആരാണോ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നത്, അവർ അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകളുടെ കൂടെയാണ്. ആരാണ് അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകൾ? മിനൻ നബീന,
വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കന്മാരാണത്, ശുഹദാക്കളാണത്, സ്വാലിഹീങ്ങളാണത്, അതുപോലെ തന്നെ സുദ്ദീഖീങ്ങളാണത്. എത്ര നല്ല കൂട്ടുകാരന്മാരാണിവർ എന്നല്ല പറയുന്നു. അതുകൊണ്ട് ഈ പറയപ്പെട്ട വിഭാഗത്തിൽ നമ്മൾക്ക് പെടണമെങ്കിൽ അമ്പിയാക്കന്മാർ ലിസ്റ്റിലേക്ക് എന്തായാലും നമ്മൾക്ക് എത്താൻ കഴിയില്ല. പക്ഷെ സിദ്ദീഖീങ്ങളെ കൂടെ കൂടാം, അതുപോലെ തന്നെ ശുഹദാക്കളുടെ കൂടെ കൂടാം, സ്വാലിഹീങ്ങളുടെയും കൂടെ കൂടാം. അതിന് വേണ്ടി എന്ത് വേണമെന്നാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ ആരാധനകളും തൻ്റെ നേർച്ച വഴിപാടുകളും തൻ്റെ ജീവിതത്തിൻ്റെ സന്താപങ്ങളും തൻ്റെ സല്ലാപങ്ങളും റഹ്മാനായ റബ്ബിലേക്ക് മാത്രം സമർപ്പിക്കുന്നവരായി നമ്മൾ മാറണം. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഹസ്ബി അല്ലാ അല്ലെങ്കിൽ ഹസ്ബുനല്ലാ വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമല്ലേ അത്? ഞങ്ങൾക്കല്ല മതി, ഞങ്ങൾക്ക് ഏറ്റവും നല്ല സഹായിയായി അവൻ തന്നെ ധാരാളമാണ്. ഈ പ്രഖ്യാപനം പ്രഖ്യാപിച്ച ആളുകളാണ് സിറാത്തുൽ മുസ്തഖീമിൽ ആദ്യമായി അവൻ മനസ്സിലാക്കേണ്ട സന്ദേശം അതാണ്. അധികാരികൾക്ക് അധികാരം നൽകുന്നവനാണവൻ, അതുപോലെ തന്നെ പ്രതാപികൾക്ക് പ്രതാപം നൽകുന്നവനാണവൻ, അതുപോലെ തന്നെ അവനാണ് ലോകം നിയന്ത്രിക്കുന്നവനായ നിയന്താവ്. ഈ ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾക്ക് നൽകിയതവനാണ്. ഇതാണ് സിറാത്തുൽ മുസ്തഖീമിലൂടെ ശുഹദാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയെ സഞ്ചരിക്കുന്ന ആളുകൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. അതിൻഷാ അല്ലാഹ് ഇവിടെ തുറന്ന് സംസാരിക്കുന്ന ബഹുമാനനായ മുജാഹിദ് ബാലുശ്ശേരി ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വല്ലാതെ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൻ്റെ തനതായ രൂപം എന്താണോ, പ്രമാണങ്ങൾ നബിയുടെ കാലത്ത് പഠിപ്പിച്ചതെന്താണോ, സ്വഹാബികൾ അത് ആചരിച്ചത് എങ്ങനെയാണോ, അതിലാണ് നമ്മൾ നിൽക്കാൻ ശ്രമിക്കേണ്ടത്. വ്യക്തികൾ എന്ത് പറഞ്ഞോ, കൂട്ടായ്മകൾ എന്ത് പറഞ്ഞോ, സംഘടനകൾ എന്ത് പറഞ്ഞോ, ഇതിൻ്റെ അപ്പുറത്തേക്ക് കേവലമായ അതെ ഞാൻ സത്യത്തിൻ്റെ മാർഗത്തിലാണെന്നുള്ള ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്ന ഓരോന്നും പ്രമാണബദ്ധമാണോ എന്ന് ശക്തമായി ആലോചിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരായ സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവരുടെ വിഷയം കൂടുതൽ നമ്മുടെ സംസാരങ്ങളിൽ കൊണ്ടുവരാറുള്ളത്? അവരോട് ദേഷ്യമുള്ളത് കൊണ്ടാണോ, വിരോധമുള്ളത് കൊണ്ടാണോ? അല്ല. കത്തികൊണ്ട് കളിക്കുന്ന ഒരു കുട്ടിയോട് മോനെ അതുകൊണ്ട് കളിക്കല്ലേ, അത് അപകടമുണ്ടാക്കുമെന്ന് ഒരു കുട്ടിയോട് നമ്മൾ ശക്തമായി പറയുന്നുണ്ട് എങ്കിൽ അത് ആ കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല. കണ്ടു കാണാത്തൊരു മനുഷ്യൻ തൊട്ടപ്പുറത്തുള്ള കുഴിയിലേക്ക് നടന്നെടുക്കുമ്പോൾ അവിടെ വലിയൊരു കുഴിയുണ്ട്, അതിലൂടെ പോകണ്ട എന്ന് പറയുന്നത് അദ്ദേഹത്തോടുള്ള ദേഷ്യം കൊണ്ടല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞില്ലേ, എൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു തീ കത്തിച്ചവൻ്റെ ഉദാഹരണം പോലെയാണ്. തീ കത്തിച്ചവൻ്റെ ഉദാഹരണം പോലെയാണ്. ആ തീ കത്തിച്ചവൻ്റെ മനുഷ്യൻ്റെ പ്രയാസം എന്താണ്? ഈ ആംപാറ്റകളും പ്രാണികളും അതിലേക്ക് ഓടിയെടുക്കുന്നു. പക്ഷേ അതിലേക്ക് ചെന്ന് കരിയരുതേ എന്ന് വിചാരിച്ച് ആ തീ കത്തിച്ചവൻ ആ പ്രാണികളെ, പാറ്റകളെ ആട്ടിവിടുന്നു. ഇതുപോലെയാണ് എൻ്റെ ഉപമ. തീ കത്തിച്ചവനെ പോലെയാണ് എൻ്റെ ഉപമ. നരകത്തിലേക്ക് മനുഷ്യർ നടന്നെടുക്കുമ്പോൾ അന ആഹുദും ബിഹുജുസിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ കൈ തട്ടിക്കൊണ്ട് ആ നരകത്തിൻ്റെ വഴിയിലേക്ക് വീണ്ടും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതേ ഉപമ തന്നെയാണ് മുജാഹിദുകൾക്കുമുള്ളത്. അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഇതര ആദർശക്കാരോടോ സംഘടനക്കാരോടോ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിരോധവുമില്ല കേട്ടോ. ഈ നാട്ടിലുള്ള സമസ്തക്കാരായ ആളുകളെ വിശ്വാസം എന്താണ്? എത്രയോ കാലങ്ങൾക്കിപ്പുറത്ത്, ഹബീബായ പ്രവാചകന്റെ കാലങ്ങൾക്കിപ്പുറത്ത് കടന്നു വന്ന കുറേ മാലകൾ, ജനങ്ങളുടെ കൈകളാൽ വിരതമായ കുറേ മൗലിദുകൾ, അതുപോലെ തന്നെ റാത്തീബുകൾ, കുത്തുബിയത്തുകൾ, കുപ്പിപ്പാട്ടുകൾ, പക്ഷിപ്പാട്ടുകൾ, ഇതൊക്കെ കൃത്യമായി വിശ്വസിക്കുന്നവരാരാണോ, ഇതൊക്കെ വ്യക്തമായി ആലപിക്കുന്നതാരാണോ, ഇതൊക്കെ കൃത്യമായി ആചരിക്കുന്നവരാരാണോ, ഇവരെ മാത്രമേ യഥാർത്ഥ സുന്നിയായി കണക്കാക്കാൻ പറ്റൂ. ഇവരെ മാത്രമേ യഥാർത്ഥ അഹ്ലു സുന്നയായി കണക്കാക്കാൻ പറ്റൂ എന്നാണ് കോഴിക്കോട് ജില്ലയിലെ ഇവരുടെ മീൻചന്ത പ്രമേയത്തിൽ പാസാക്കിയത്. ഇല്ല എങ്കിലോ അവർ യഥാർത്ഥ അഹ്ലു സുന്നയുടെ വഴിയിലല്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ മുജാഹിദുകൾക്കൊരു ചോദ്യമുണ്ട്.
ഈ പറയപ്പെട്ട മങ്കൂസ് മൗലിദുകളാകട്ടെ, ഷറഫലന മൗലിദുകളാകട്ടെ, അതുപോലെ തന്നെ നൂറുകണക്കിന് മൗലിദുകളാകട്ടെ, സബീനകളാകട്ടെ, അതുപോലെ തന്നെ ബൈത്തുകളാകട്ടെ, ഹദ്ദാദുകളാകട്ടെ, മാലകളാകട്ടെ, കുപ്പിപ്പാട്ടുകളാകട്ടെ, ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ, ആചരിക്കണമെങ്കിൽ ഇതൊക്കെ ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചതാകണ്ടേ, സ്വഹാബത്ത് മനസ്സിലാക്കിയതാകണ്ടേ, ഉത്തമ തലമുറയിൽ ആചരിച്ച് കാണിച്ചു തരേണ്ടതാകണ്ടേ. പക്ഷേ ഇതെവിടെയും നമ്മൾ കണ്ടില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ഈ കല്ലക്കട്ട പ്രദേശത്തുമുള്ള സമസ്തക്കാരായ ആളുകൾ ചൊല്ലുന്ന മൗലിദുകളിൽ ഏറ്റവും പ്രായം കൂടിയ മൗലിദാണ് മുഹിയുദ്ദീൻ മാല. ആ മുഹിയുദ്ദീൻ മാലയുടെ പ്രായം എന്ന് പറയുന്നത് വെറും 400 കൊല്ലമാണ്. പ്രവാചകന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിക്കാനില്ലേ. 400 കൊല്ലങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ഒരു കാര്യം എങ്ങനെയാണ് പ്രത്യേകമായി ചൊല്ലിയാൽ കൂലി കിട്ടുന്ന ഒരു മതാചാരമായി മാറുന്നത്? ഇതേ മുജാഹിദുകൾക്ക് ചോദിക്കാനുള്ളൂ. ഇതിൻ്റെ ശേഷമാണ് മറ്റുള്ള എല്ലാ മാലകളും മൗലീദുകളും കടന്നു വന്നിട്ടുള്ളത്. ഇതിനു മുമ്പൊരു മാലയില്ല. വിശുദ്ധ ഖുർആനിനേക്കാൾ ഭവ്യതയോടെയാണ് തലയിണയുടെ മുകളിൽ പച്ച വിരിവിരിച്ച് ഉരുവാനും കുന്തിരിക്കവും പുകച്ച് ആത്മീയമായ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള ആളുകൾ ഈ നാട്ടിലുള്ള പല ആളുകളും ചൊല്ലുന്ന കിതാബുകളല്ലേ ഇത്? ഇതിന് പ്രമാണങ്ങളിൽ എവിടെയാണ് രേഖ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ നാട്ടിൽ കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചൊല്ലുന്ന നാരിയാ സ്വലാത്ത് 600 കൊല്ലം മാത്രമാണ് അതിൻ്റെ പ്രായം. അതുപോലെ തന്നെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ആത്മീയതയുടെ ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടി ചൊല്ലുന്ന ബുർദ ബൈത്തുകൾ ഉണ്ടല്ലോ, 700 കൊല്ലമാണ് അതിൻ്റെ പ്രായം. ഈ നാട്ടിലുള്ള ആളുകൾ ലൈലത്തുൽ ഖദറിനേക്കാൾ ഉത്തമമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണെന്ന് പറയുന്ന ആ നബിദിനാഘോഷത്തിൻ്റെ പ്രായം വെറും 800 കൊല്ലമാണ്. ഇതിനൊക്കെ എവിടെയാണ് സഹാബത്തിൻ്റെ പാരമ്പര്യം? ഇതിനൊക്കെ എവിടെയാണ് ഖുർആനിൻ്റെ പാരമ്പര്യം? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് 400 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നത് വേണ്ട, 600 കൊല്ലങ്ങൾ മുമ്പ് വന്നത് വേണ്ട, 700 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നത് വേണ്ട, 800 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നത് വേണ്ട. നമ്മൾക്ക് വേണ്ടത് 1400 കൊല്ലം പഴക്കമുള്ള പ്രമാണമാണ്. അതുണ്ടോ എങ്കിൽ അതിൻ്റെ കൂടെ പോകാൻ മുജാഹിദുകളും തയ്യാറാൻ. അവിടെയാണ് മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുല്ലു ഇബാദത്തിൻ ലൻ യതഅബ്ബദഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലാ തതഅബ്ബദൂഹാ. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബിയുടെ കാലത്ത് സ്വഹാബത്ത് ചെയ്യാത്ത ഒരു ഇബാദത്തും നിങ്ങൾ ചെയ്യണ്ട. നന്മ കിട്ടുമെന്ന്, കൂലി കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങളൊന്നും ചെയ്തു പോകണ്ട. സനദ് സ്വഹീഹായ വാക്കല്ലേ ഇത്? ഹുദൈഫത്തുൽ യമാനിയുടെ വാക്കല്ലേ ഇത്? തീർന്നില്ല. ഫഇന്നൽ അവ്വല ലം യദഅ ലിൽ-ആഖിരി മഖാലാ. കാരണം മുൻഗാമികൾ പിൻഗാമികൾക്കായി ഇബാദത്തിന്റെ വിഷയത്തിൽ ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല. ഞങ്ങൾ ചെയ്യാത്തതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്നർത്ഥം. അതുകൊണ്ട് ഹുദൈഫത്തുൽ യമാനി എന്ന് പറയുന്ന സഹാബി പറയുകയാണ്, ഫത്തഖുല്ലാഹ് യാ മഅ്ശറൽ ഖുറാ. അതുകൊണ്ട് അറിവുള്ളവരെ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, മുൻകഴിഞ്ഞു പോയവരുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കണേ. അതാണ് ശുഹദാഇന്റെ വഴി, അതാണ് സുദ്ദീഖിന്റെ വഴി, അതാണ് സ്വാലിഹീങ്ങളുടെ വഴി. ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണേ എന്നാണ് മഹാനായ സ്വഹാബി വര്യൻ നമ്മളോട് പറഞ്ഞത്. എങ്കിൽ ചോദിക്കട്ടെ, ഈ പറഞ്ഞതിൽ ഇവിടുത്തെ സമസ്തക്കാരുണ്ടോ? ഈ പറഞ്ഞതിൽ ഇവിടുത്തെ തബ്ലീഗുകാരുണ്ടോ? ഈ പറഞ്ഞതിൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടോ? ഈ പറഞ്ഞതിൽ ഇവിടെ ഏതെങ്കിലും ഈ കൂട്ടായ്മകൾക്കപ്പുറത്തുള്ള ഇതര ആദർശക്കാരുണ്ടോ എന്ന് വെല്ലുവിളിയോടെ തന്നെ ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. 100ൽ 101% ഓരോ മതപരമായ വിഷയത്തിലും ഹക്കിൻ്റെ മേലാണ് ഈ കൂട്ടായ്മ എന്നുള്ളത് ഉറച്ചു വിശ്വസിച്ചത് കൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ഹിജറ വർഷം 1447 നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഏതാനും മാസങ്ങൾക്കപ്പുറത്ത് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ നോറ്റ നോമ്പായിരുന്നില്ലേ ബറാത്ത് നോമ്പ്? ഒരു ലഈഫായ ഹദീസെങ്കിലും സമസ്തക്കാരായ സഹോദരങ്ങൾക്ക് ആ വിഷയത്തിൽ കൊണ്ടുവരാനുണ്ടോ? കാസർഗോഡ് ജില്ലയിലെ തൊട്ടപ്പുറത്തുള്ള നീലേശ്വരം എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഉള്ളവൻ ഇതുപോലെയുള്ളൊരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ അതിന് മറുപടിയായി കേരളത്തിൽ ഒരു സഖാഫി വന്നപ്പോൾ ആ സഖാഫിയോടും ഇത് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? അതെ,
ഷഅബാൻ 15-ന്റെ പ്രത്യേകത ഒരുപാട് ഹദീസിൽ വന്നിട്ടില്ലേ? ഷഅബാൻ 15-ന്റെ പ്രത്യേകത ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടില്ലേ? ഷഅബാൻ 15-ന്റെ പ്രത്യേകത ഈ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടില്ലേ? അതല്ല ഉസ്താദന്മാരെ ഞങ്ങൾ ചോദിച്ചത്, അന്ന് നിങ്ങൾ ഒരു ബറാത്ത് നോമ്പ് നോൽക്കുന്നു, അന്നൊരു പ്രത്യേക നമസ്കാരം നിർവഹിക്കുന്നു, അന്ന് ചില പ്രത്യേക ആചാരങ്ങൾ നിർവഹിക്കുന്നു, അതിനെവിടെയാണ് നിങ്ങൾക്ക് തെളിവുള്ളതെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. തെളിവില്ല. അന്ന് പ്രത്യേകം ഓതാനുള്ള സൂറത്ത് ദുഹാനെ കുറിച്ച് നിങ്ങൾ പറയുന്നു, പ്രത്യേകമായ ദിക്റുകളെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ നിർവഹിച്ചാൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മരിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് പറയുന്നു, ഈമാനോട് കൂടി മരിക്കുമെന്ന് പറയുന്നു. ആ സമയമെത്തിയാൽ വാട്സാപ്പുകളിൽ ചില ഉസ്താദന്മാർ എഴുതി വിടുന്ന കാര്യങ്ങളാണിത്. നമ്മൾക്ക് തോന്നിയത് ചെയ്യാനാണോ ദീൻ? അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ എത്രത്തോളം കൃത്യമായി പൂർത്തീകരിക്കപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട മതമാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് വന്നത് നമുക്ക് വേണ്ട. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ ഈ ഉള്ളവൻ അത്ഭുതപ്പെടുത്തിയ ഒരു വചനമാണ്. ഈ ഉമ്മത്ത് എന്തുകൊണ്ടേ അത് കേൾക്കാതെ പോയി? എന്തുകൊണ്ടവർ അത് വായിക്കാതെ പോയി? വിശുദ്ധ ഖുർആന്റെ സൂറത്തു അൽ ഹാഖയിലെ 44 മുതൽ 47 വരെയുള്ള വചനങ്ങളാണ്. ഈ ദീനിനെ നമ്മൾക്ക് എത്തിച്ചു തന്നതാരാൻ? അതേ, ജീവൻ മരണ പോരാട്ടം നടത്തി ഒരുപാട് പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നുപോയി ഈ പരിശുദ്ധമായ ദീനിനെ നമ്മൾക്ക് എത്തിച്ചു തന്ന നേതാവല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നേതാവിനോട് പോലും അല്ലാഹു പറഞ്ഞത് എന്താണ്? വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. സൂറത്തുൽ അൽ ഹാഖയിലെ 44 മുതലുള്ള വചനങ്ങളാണ് മുഅ്മിനീങ്ങളെ. എന്താണ് ഇതിൻ്റെ ആശയമെന്നറിയുമോ? ഓ പ്രവാചകരെ, ഞാൻ പഠിപ്പിക്കാത്ത വല്ല വാക്കുകളും വല്ല കാര്യങ്ങളും നിങ്ങൾ ദീനിലേക്ക് കടത്തിക്കൂട്ടിയാൽ, നമ്മുടെ നേതാവിനോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വല്ലതും ഈ ദീനിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ എൻ്റെ വലത് കൈ കൊണ്ട് ഞാൻ നിങ്ങളെ പിടികൂടുന്നതാണ്. പിന്നീട് എൻ്റെ വലത് കൈ കൊണ്ട് താങ്കളുടെ ജീവനാടി ഞാൻ മുറിച്ചു കളയും നബിയേ. അങ്ങനെ ഒരു പിടുത്തവും അങ്ങനെ ഒരു മുറിച്ചലും ഞാൻ നടത്തിയിരുന്നെങ്കിൽ ആ പിടുത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആർക്കും തന്നെ സാധ്യമാകുമായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയാൻ 63 കൊല്ലം ജീവിച്ചിട്ട്, പ്രവാചകനായി 23 കൊല്ലം ജീവിച്ചിട്ട് നമ്മുടെ നേതാവിൻ്റെ ആ കൊരവള്ളി അല്ല മുറിച്ചു കളഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നേതാവ് ദീനിലേക്ക് പുതുതായി ഒന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഇത്ര വരെ കണിശമായ ദീനാണ് ഈ ദീൻ എന്ന് പറയുന്നത്. അവിടെയാണ് സഹോദരങ്ങളെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, കുറേ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പാരമ്പര്യമായി ഞങ്ങൾക്കിത് കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് മതപരമായി എത്രയെത്ര ബിദഅത്തുകളാണ് ദീനിലേക്ക് പല ആളുകളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഉമ്മത്തിലെ ആളുകൾക്ക് തർക്കമാണ്, കൈ എവിടെയാ കെട്ടേണ്ടത്? നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്തിൽ ബിസ്മി ഉറക്ക ഓതണോ വേണ്ടേ? തറാവീഹിന്റെ റക്അത്തുകളെ എണ്ണം എത്രയാണ്? സ്ത്രീകളുടെ ജമാഅത്തിന്റെ വിഷയം എന്താണ്? ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണോ, അതല്ല കേവലം ഉപദേശമാണെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ അറബി ഭാഷയിൽ ഉറക്ക ഓതിയാൽ മതിയോ? ഇങ്ങനെ ഒരു മനുഷ്യൻ ജനിച്ചതു മുതൽ മരിച്ചു കഴിഞ്ഞാൽ വരെ എത്രയോ ബിദ്അത്തുകളാണ് ഈ നാട്ടിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 കൂട്ടം വിഷയങ്ങളാണ് സമസ്തക്കാരും മുജാഹിദുകളും തമ്മിലുള്ള തർക്കങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഇന്ന പണ്ഡിതൻ എന്ത് പറഞ്ഞു എന്ന് നോക്കാനല്ല പറഞ്ഞത്, ഇന്ന നേതാവ് എന്ത് പറഞ്ഞു എന്ന് നോക്കാനല്ല പറഞ്ഞത്. ഏത് നേതാവ് പറഞ്ഞാലും, എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാലും, ഏത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു എന്ന് നോക്കാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അല്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ അവിടുന്ന് സ്വഹാബികളോട് പറഞ്ഞില്ലേ, തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. മിമ്പറിൽ കയറിയിട്ടാണ് ആ പ്രഭാഷണം.
എത്രത്തോളം ഘനഗംഭീരമായ സംസാരമാണെന്ന് സ്വഹാബികൾ പറയുന്നുണ്ട്. ഞങ്ങളെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോയ സംസാരമാണ്, കണ്ണുകൾ നിറഞ്ഞുപോയ സംസാരമാണ്. അവിടുന്ന് പറയുകയാണ്, എൻ്റെ കാലശേഷം സ്വഹാബ നിങ്ങൾ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ ഈ മതവിഷയങ്ങളിൽ നിങ്ങൾക്ക് കാണേണ്ടി വരും. മതവിഷയങ്ങളിൽ നിങ്ങൾക്ക് കാണേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ ഇവിടെയൊക്കെ പ്രശ്നങ്ങളാണ്, സംഘടനകളിലൊക്കെ പ്രശ്നങ്ങളാണ്, മതരംഗത്ത് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ രംഗത്തേക്കില്ല, ഞാൻ എൻ്റെ നിസ്കാരവുമായി പോവുകയാണ്, ഞാൻ എൻ്റെ ദീനുമായിട്ടങ്ങ് പോവുകയാണ്, ഒരു കൂട്ടായ്മയിലും ഞാൻ അംഗമാകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കാനാണ് നിന്റെ വിചാരമെങ്കിലോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അതല്ല വേണ്ടത്. പിന്നെയോ ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്തിൻ്റെ മേൽ നീ ഉറച്ചു നിൽക്കണേ, എൻ്റെ സ്വഹാബത്തിൻ്റെ സുന്നത്തിൻ്റെ മേൽ നീ ഉറച്ചു നിൽക്കണേ. ആ സുന്നത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് യഥാർത്ഥ വിജയികളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുമ്പോൾ അവിടെ നിൽക്കാൻ നമുക്കാകട്ടെ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തെ അവസാനിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, മുജാഹിദുകൾക്ക് ഖബർ സിയാറത്തില്ല, മുജാഹിദുകൾക്ക് കറാമത്തില്ല, മുജാഹിദുകൾക്ക് ഔലിയാക്കന്മാരില്ല, മുജാഹിദുകൾക്ക് അതുപോലെയുള്ള ദിക്റുകളില്ല, ഇവർക്ക് മുഹമ്മദ് മുസ്തഫയോട് സ്നേഹമില്ല എന്നൊക്കെയാണ് പള്ളി മിമ്പറുകളിൽ നിന്നും അതുപോലെയുള്ള പ്രഭാഷണ വേദികളിൽ നിന്നും പല മജ്ലിസുകളിൽ നിന്നും ഈ നാട്ടുകാരായ ഉമ്മമാരോടും സഹോദരങ്ങളോടും പണ്ഡിത വേഷധാരികൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുഹമ്മദ് മുസ്തഫയെ മുജാഹിദുകൾ സ്നേഹിക്കുന്ന അങ്ങനെ ലോകത്ത് ഒരാളും സ്നേഹിക്കുന്നില്ല. ദിക്റുകൾ നബി പഠിപ്പിച്ച അത്രത്തോളം ആരും ഇവിടെ മുജാഹിദുകൾക്കപ്പുറത്ത് ചെല്ലുന്നവരില്ല. സഹോദരങ്ങളെ, കറാമത്ത് വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും പഠിപ്പിച്ചതിൻ്റെ അപ്പുറത്തേക്ക്, ഈ കൂട്ടായ്മ വിശ്വസിക്കുന്നതിനപ്പുറത്തേക്ക് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന ഹോജ പറഞ്ഞു, ഇന്ന നേതാവ് പറഞ്ഞു, ഇന്ന ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കാലകീലകൾ പറയാൻ ഞങ്ങളെ കിട്ടില്ല. ഒരു ഉസ്താദിന്റെ പ്രഭാഷണം നിങ്ങൾ കേട്ടു നോക്കൂ, എന്തായിരിക്കും അതിലുണ്ടാവുക? കാര്യമായി ഇന്ന ഇന്ന കഥകളാണ്, കുറെ ഹോജ പറഞ്ഞു, ഇന്ന നേതാവ് പറഞ്ഞു എന്ന് പറയുന്ന കുറെ സംസാരങ്ങളല്ലാതെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അതിൽ നിന്ന് കേൾക്കാൻ കഴിയോ? ഒരു തൗഹീദിന്റെ വചനങ്ങൾ അതിൽ നിന്ന് കേൾക്കാൻ കഴിയോ? ഹബീബായ പ്രവാചകന്റെ സുന്നത്തുകളെ നിങ്ങൾ പിൻപറ്റണമെന്ന് പറയുന്ന ഒരു ഉസ്താദിനെ ഒരു നെടുനീളൻ പ്രഭാഷണം, ഒരു 2 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ, ഇതാ സമസ്ത രൂപീകരിക്കപ്പെട്ടത് മുതൽ ഒരു ഉസ്താദുമാരും ഒരു സഖാഫിമാരും ഒരു ഫൈസിമാരും നടത്തിയതായി നിങ്ങൾക്ക് തപ്പിയാലും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാ. പിന്നെ ഓരോ സംസാരങ്ങളിൽ എന്താ ഉണ്ടാകുക? മമ്പറന്തങ്ങളെ കുറിച്ചൊരു ഉസ്താദ് പറഞ്ഞെന്താ നിങ്ങള്? മമ്പറന്തങ്ങളെ ഭാര്യന്റെ പേര് ബീവാത്തുമ്മ എന്നാണ്. മമ്പറന്തങ്ങളെ മമ്പറത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയുടെ തൊട്ടടുത്തുള്ള കൊയിലാണ്ടിയിലാണ് ഭാര്യ ബീവാത്തുമ്മ ഉണ്ടായിരുന്നത്. സുഖമില്ലാതെ കിടപ്പിലായി. അപ്പം മമ്പറന്തങ്ങളോട് കത്തെഴുതിയിട്ട് ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം, ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് ഭാര്യ ഇങ്ങോട്ട് പറയാൻ പറഞ്ഞു. അപ്പം മമ്പറന്തങ്ങൾ പറഞ്ഞ് എന്താ പറഞ്ഞറിയോ? എനിക്കിപ്പോൾ വരാൻ കഴിയില്ല, ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് ഭാര്യയോട് അറിയിക്കാൻ പറഞ്ഞു. ഇത് മമ്പറന്തങ്ങളെ കരാമത്തായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. എന്ത് ഭാര്യ സുഖമില്ലാതെ കിടക്കുമ്പോൾ എനിക്കിപ്പോൾ വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബീവാത്തുവിൻ്റെ രോഗം കൂടി. വീണ്ടും 2ാമത്തെ കത്തയച്ചു മമ്പറന്തങ്ങൾക്ക്. മമ്പറന്തങ്ങൾ പറഞ്ഞു, എനിക്ക് വരാൻ കഴിയില്ല എന്നറിയിക്കണം, ഞാനിവിടെ ബിസിയാണ്. പിന്നെ ഉള്ള കത്തെന്തെന്നറിയോ? ബീവാത്തുമ്മ മരിച്ചു എന്നാ. ഈ വാർത്ത കേട്ടപ്പോൾ മമ്പറന്തങ്ങൾ ഓടി വന്നല്ലോ മമ്പറത്ത് നിന്ന് കൊയിലാണ്ടിയിലേക്ക്. എന്നിട്ട് ഓടി വന്നിട്ട് ബീവാത്തുവിൻ്റെ അടുത്തിരുന്നിട്ട് പറയാണ്, മോളെ ബീവാത്തു, എന്നോട് ചോദിക്കാതെ മരിച്ചോ? ഇങ്ങോട്ട് എണീറ്റാ എന്ന് പറഞ്ഞു എന്നാ. ഉടനെ തന്നെ ബീവാത്തുമ്മാണ് എണീറ്റിരുന്നല്ലോ. എന്നിട്ട് ആ ബീവാത്തുമ്മാനെയും കൂട്ടിയിട്ട് കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട് റൂട്ടിന് വാഹനം കയറിയിട്ട് മമ്പറത്തേക്ക് ആര് പോയി? മമ്പറന്തങ്ങൾ പോയി എന്നാ. എന്താ ടിസ്റ്ററിയങ്ങള്? പോണ വഴിക്ക് ഈ മരിച്ചിട്ട് ജീവിപ്പിച്ച ഈ ബീവാത്തുമ്മ പറഞ്ഞല്ലോ തൻ്റെ ഭർത്താവായ മമ്പറന്തങ്ങളോട്, എന്താണെന്നറിഞ്ഞൂടെ, എൻ്റെ ഒരു മയ്യത്തിൻ്റെ മണുണ്ട്, എൻ്റെ ഒരു മയ്യത്തിൻ്റെ മണുണ്ടല്ലോ. ഉടനെ തന്നെ മമ്പറന്തങ്ങളെ ബീവാത്തുവിൻ്റെ ശരീരത്തൂടെ ഇങ്ങനെ തടവിയപ്പോൾ ആ മണം അങ്ങോട്ട് പോയിന്നാ. ഒരു ഉസ്താദ് പ്രസംഗിക്കത് തീർന്നിട്ടില്ല. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? ആ തടവിയതിനു ശേഷം ബീവാത്തുമ്മാനം മരണം വരെ ധാരാളം കാലം ജീവിച്ചു എന്നും പറയുന്നുണ്ട്. കുറേ കുട്ടികളെ പ്രസവിച്ചു എന്നും പറയുന്നുണ്ട്. ആരെയൊക്കെ പ്രസവിച്ചു ആ കുട്ടികൾക്കൊക്കെ നല്ല മണായിരുന്നു. കാരണം എന്താ? മമ്പറന്തങ്ങൾ തലോടിയതിന് ശേഷേ ആദ്യം ജനിച്ച കുട്ടിക്കൊരു പേരിട്ടല്ലോ. എന്താ പേര്? പൂക്കോയ. എന്താ പേരിടാൻ കാരണം? പൂവിൻ്റെ മണമായിരുന്നു എന്നാണ്. ഇതാരാ പറയണത്? സഖാഫിമാരാ പറയണത്. ആരാ പറയണത്? ഫൈസിമാരാ പറയണത്. എവിടെയാണ് ഇതിന് തെളിവുസ്താദേ? അത് ചോദിക്കരുത്. ഞങ്ങൾ സുന്നിയാളാ, ഞങ്ങൾക്ക് ഇന്ന ഹോജ പറഞ്ഞാൽ മതി എങ്കിൽ നിങ്ങളവിടെ നിന്നോ. പക്ഷെ പൊതുജനങ്ങളെ നിങ്ങൾ വിടണം. പ്രമാണങ്ങൾ എന്ത് പറഞ്ഞോ, ദീൻ എന്ത് പറഞ്ഞോ
അവിടേക്ക് നിങ്ങൾ അവരെ വിടണം. ഖബർ സിയാറത്തില്ല എന്ന മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ യഥാർത്ഥ ഖബർ സിയാറത്ത് പഠിപ്പിക്കുന്നവരാ ഞങ്ങള്. കറാമത്തില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥ കറാമത്ത് പഠിപ്പിക്കുന്നവരാ ഞങ്ങള്. പക്ഷേ എവിടെ നോക്കിയാലും ഉസ്താദന്മാരുടെ ഈ കറാമത്തുകളുടെ മാലയുണ്ടല്ലോ, അത് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിലുള്ള പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, യഥാർത്ഥ അഹ്ലുസുന്നയുടെ വഴിയിലേക്ക് മടങ്ങുക. ഹബീബ് പഠിപ്പിച്ച വഴിയുടെ അപ്പുറത്തേക്ക് ഈ കൂട്ടായ്മ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു വഴി, ഒരൊറ്റ റൂട്ട് നിങ്ങൾ കാണിച്ചു തന്നാൽ ഇത്തരത്തിലുള്ള പരസ്യമായ വേദി കെട്ടി അതേ ആർജവത്തോടു കൂടി പ്രഖ്യാപിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനം ഒരു പുത്തൻ വാദം ചെയ്യുന്നുണ്ട് എങ്കിൽ പ്രമാണബദ്ധമായി ഏത് ഉസ്താദ് തെളിയിച്ചാലും ആര് തെളിയിച്ചാലും ഇതുപോലെയുള്ള വേദി കെട്ടി മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. പക്ഷേ കാണിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, ഈ പ്രകാശപൂരിതമായ വഴിയിലേക്ക് കടന്നു വരാൻ സമൂഹമേ നിങ്ങൾ തയ്യാറാകണമെന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. ധാരാളം കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള മേഖലയാണിത്. പെട്ടെന്ന് ചില കാര്യങ്ങൾ ഉണർത്തിയെന്ന് മാത്രം. മുഖ്യപ്രഭാഷകനായ ബഹുമാനനായ മുജാഹിദ് ബാലുശ്ശേരിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ ഞാനിനി എൻ്റെ സംസാരത്തെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കാൻ, സത്യത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹത്തിൻ്റെ സന്മനസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.